പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചോറ് വൈകുന്നേരത്തോളമായിട്ട് നല്ലോണം വെക്കുവേ. പിന്നെ 2 തരം പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് നമുക്ക് കുറച്ചധികം ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് ഉള്ളത് കൊണ്ട് അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ അടുക്കള പാത്രങ്ങളൊക്കെ അങ്ങ് കാലിയായി. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നേരത്തെ കൊണ്ടുവന്ന് അങ്ങ് വെക്കാം, കുറേ ലേറ്റ് ആയി കഴിഞ്ഞാൽ വെക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. ഇപ്പോൾ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ 9 മണി കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ചിക്കൻ്റെ ആളല്ലേ നീ, ചിക്കൻ്റെ ആളെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന സമയത്തൊക്കെ വെക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ വെച്ച് തരില്ല എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ചിക്കൻ കറി ഞാൻ വെക്കാം, നീ ഒരു കാര്യം ചെയ്യുക, അതിന് സൈഡ് എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ അരിപൊങ്ങിച്ച, നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ദേശീയ ഭക്ഷണമായിട്ടുള്ള അരിപൊങ്ങിച്ച. ഈ അരിപൊങ്ങിച്ച എന്ന് പറയുന്നത് പച്ചരി കൊണ്ടുള്ള, പച്ചരി കുത്തരിയൊക്കെ വെക്കാം, നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കാൻ ഇതിനെ കഴിഞ്ഞിട്ടേ വേറൊന്നുമില്ല. പക്ഷേ ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എറിഞ്ഞാൽ മനുഷ്യൻ്റെ എന്താ പറയുക, കണ്ണോ മുഖമോ ഒക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ അങ്ങ് പൊട്ടിപ്പോവും, അത്രയ്ക്ക് ഉറപ്പുമായിരിക്കേ. അപ്പോൾ ഈ ചാറ് നിങ്ങൾ കണ്ടിട്ട് നോക്കണ്ട, നല്ല ടേസ്റ്റാണ്. നമ്മൾ പറയാറില്ല ആണുങ്ങൾ വെക്കുമ്പോൾ പലതരം ഇൻഗ്രീഡിയൻസ് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് കൂട്ടിയിട്ടൊരു വെപ്പാണ്. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല, കണക്കും കാര്യമൊക്കെ നോക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറി. അങ്ങനെ നേരെ സന്ധ്യ ആയപ്പോഴും ഞാൻ പിന്നെ ഒത്തിരി ലേറ്റാവണ്ടെന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് കുറച്ച് പാത്രത്തിൽ ഡിസൈനൊക്കെ ആക്കിയിട്ട് കൊടുത്തു. അതാകുമ്പോൾ പിന്നെ കുറച്ച് ആവേശത്തിൽ അങ്ങ് കഴിക്കും. അതിൻ്റെ ബാക്കിയല്ലേ ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുമോ. അങ്ങനെ പിള്ളേർക്ക് രണ്ടാക്കും ഇതാ ഡിസൈനൊക്കെ ആക്കി ചിക്കൻ കറി, ചിക്കൻ സാമ്പാർ. അപ്പോൾ കുഞ്ഞൂസ് പറയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ചൂടോടെ ആയതുകൊണ്ട്. അപ്പോൾ ഇതെന്താ സാമ്പാറാണോ ചിക്കൻ സാമ്പാറാണോ എന്ന്. കുഞ്ഞൂസ് വയ്ക്കുന്ന ജീരക റൈസിൽ നമ്മളെ നമുക്കൊന്ന് കണ്ണൂർ കാസർഗോഡ് മാത്രമേ ഉള്ളൂ പൊങ്ങിച്ചതെന്ന് പറയും, അരി പൊങ്ങിച്ചത്. ഞായറാഴ്ച ഏറ്റവും മടിയുള്ള ആൾക്കാരെ വീട്ടിൽ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളിത് രാത്രിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി. എന്തായാലും ഡിസൈനും കാര്യങ്ങളും വേറെ പാത്രം എടുക്കാനൊന്നും നിന്നില്ല. പിള്ളേരുടെ ബാക്കി മൊത്തത്തിൽ അങ്ങൊരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് അതും എളുപ്പമായില്ലേ, പാത്രം ഒരെണ്ണം കഴുകിയാൽ മതിയല്ലോ. അതും എടുത്തിട്ട് ഞാൻ അങ്ങ് കഴിക്കാൻ തുടങ്ങിയേ. നല്ല ടേസ്റ്റായിരുന്നു ചൂടോടെ, അത് നല്ല മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒത്തിരി ആൾക്കാരൊക്കെ കൂടുമ്പോൾ ഈ ഒരു ട്രിക്ക് പല അമ്മമാരും പഴിക്കാറുണ്ട്.